മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറക്കത്തിന് ദ്വാരക്കാൻ പറഞ്ഞ മാസമാണ് റജബ് മാസം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ, റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ. ലോകത്തെ എല്ലാ കാര്യങ്ങളിലും ബറക്കത്തുള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട് എന്നാണ്. മക്കളിൽ ബറക്കത്തുള്ളതുണ്ട്, ബറക്കത്തില്ലാത്ത മക്കളുണ്ട്. 10 മക്കളുണ്ട്, ആവശ്യത്തിന് ഒറ്റൊന്നുമില്ല, അങ്ങനെ ഉണ്ടാവും. ഒറ്റ മോനേ ഉള്ളൂ, എല്ലാ ആവശ്യത്തിനും ഉണ്ട്, ആള് ബാക്കിയുണ്ട്, അങ്ങനെ ഉണ്ടാവും. സമ്പത്തിൽ ബറക്കത്തുണ്ട്, ബറക്കത്തില്ലാത്ത മുതലുണ്ട്. ബറക്കത്തുള്ള കച്ചവടമുണ്ട്, ബറക്കത്തില്ലാത്ത കച്ചവടമുണ്ട്. ബറക്കത്തുള്ള നാടുണ്ട്, ബറക്കത്തില്ലാത്ത നാടുണ്ട്. ബറക്കത്തുള്ള മനുഷ്യന്മാരുണ്ട്, ബറക്കത്തില്ലാത്ത മനുഷ്യന്മാരുണ്ട്. ബറക്കത്തുള്ള വീടുണ്ട്, ബറക്കത്തില്ലാത്ത വീടുണ്ട്. ബറക്കത്തുള്ള സംഘടനയുമുണ്ട്, ബറക്കത്തില്ലാത്ത സംഘടനയുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ബറക്കത്തുള്ള സംഘടനയാണ്. ഒരു നാടിന് എപ്പോഴാണ് ബറക്കത്തുണ്ടാകുക? നാട്ടുകാർക്ക് ബറക്കത്തുണ്ടാകുമ്പോഴാണ്. ഒരു വീടിന് എപ്പോഴാണ് ബറക്കത്തുണ്ടാകുക? വീട്ടിലുള്ള ആൾക്കാർക്ക് ബറക്കത്തുണ്ടാകുമ്പോൾ. എങ്കിൽ സംഘടനയ്ക്ക് എപ്പോഴാണ് ബറക്കത്തുണ്ടാകുക? സംഘടനന്റെ ആൾക്കാർക്ക് ബറക്കത്തുണ്ടാകുമ്പോഴാണ്. മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ച ആള് ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ വലിയ ബറക്കത്തുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് മഹാനവറുകളുടെ ബറക്കത്ത് മഹാനവറുകൾ ഉണ്ടാക്കിയ സംഘടനക്കുണ്ടാവും. എല്ലാ വിഷയത്തിലും ബറക്കത്തിന് വേണ്ടി പ്രവർത്തിക്കണം, അതിന് ദ്വാരക്കും വേണം. ബറക്കത്തിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദ്വായാണ് സുബ്ഹിയിലെ കുനൂത്ത്. اللهم اهدنا فيمن هديت وعافنا فيمن عافيت وتولنا فيمن توليت وبارك لنا فيما أعطيت. തോന തരണേ എന്നല്ല, തന്നതിൽ ബറക്കത്ത് ചെയ്യണേ എന്നാണ്. ബറക്കത്തില്ലാത്തത് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. ബറക്കത്തുള്ളത് കുറച്ചാണെങ്കിലും ഉപകാരം കൂടുതലായിരിക്കും. മക്കൾ എന്ന് പറഞ്ഞാൽ ബറക്കത്തുള്ള മക്കളുണ്ട്, ബറക്കത്തില്ലാത്ത മക്കളുണ്ട്. ബറക്കത്തുള്ള ഇൽമുണ്ട്, ബറക്കത്തില്ലാത്ത ഇൽമുണ്ട്. ഇൽമിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടാൽ ഇൽമു കൊണ്ട് ന്യായം പറയാനല്ലാതെ വേറൊന്നിനും പറ്റൂല എന്നാണ്. ഇൽമ് അമൽ ചെയ്യാനുള്ളതാണ്, ന്യായീകരിക്കാനുള്ളതല്ല. ഇൽമിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടാൽ നാവിൽ പിശാച് കയറും. നാവില് ശൈത്താൻ കയറിയാൽ ന്യായം പറഞ്ഞ് നടക്കലായിരിക്കും പണി, അനുഷ്ഠിക്കലും ആചരിക്കലും ആവൂല. ലോകത്ത് 2 തരം മനുഷ്യന്മാരുണ്ട് എന്നാണ്. ഒന്ന് അന്വേഷകന്മാർ, മറ്റൊന്ന് ആസ്വാദകന്മാർ. അന്വേഷകന്മാര് എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് നടക്കുന്ന റബീഉൽ അവ്വലിലും ഒരു ഓതാൻ പറ്റുമോ? അന്വേഷണം കഴിഞ്ഞിട്ട് ഓതാൻ നേരം ഉണ്ടാവില്ല, അതാണ് അന്വേഷകന്മാര്. ആസ്വാദകര് എന്ന് പറഞ്ഞാൽ പാകത്തിനൊക്കെ അന്വേഷിക്കും. റബീഉൽ അവ്വൽ മാസം വന്നാൽ എല്ലാ ദിവസവും മൗലൂദ് ഓതും, അങ്ങനത്തെ ആൾക്കാര്. അന്വേഷിക്കണേന് കുഴപ്പമില്ല, അന്വേഷകരാവരുത്. തിന്നണേന് കുഴപ്പമില്ല, തീറ്റക്കാരാവാൻ പറ്റൂലല്ലോ. ഭക്ഷണം ഇപ്പം നമ്മളെല്ലാവരും തിന്നല്ലോ, തിന്നണേനല്ല കുഴപ്പം, തീറ്റക്കാരനായ പ്രശ്നമാണ്. അന്വേഷിക്കണേന് കുഴപ്പമില്ല, അന്വേഷകനായാൽ പ്രശ്നമാവുന്നതാണ്. അപ്പൊ ചില ആൾക്കാർ അന്വേഷകരാണ്, ചില ആൾക്കാർ ആസ്വാദകരാണ്. നമ്മൾ ആസ്വാദകരാണ് ആവേണ്ടത്. ദീനുൽ ഇസ്ലാമിനെ ആസ്വദിക്കുന്നവരാവണം. ദീനുൽ ഇസ്ലാം ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ 3 കാര്യം ഉണ്ടാവണം എന്നാണ്. മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂല വജദ ഹലാവത്തുൽ ഈമാൻ. ഈമാന്റെ രസം കിട്ടുക. അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുന്നവൻ, അംഗീകരിക്കുക എന്നല്ല, ഇഷ്ടപ്പെടുക എന്നാ പറഞ്ഞത്. അംഗീകരിക്കലും ഇഷ്ടപ്പെടലും 2ആണ്. അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ചതുകൊണ്ടായില്ല, അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടണം. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായി ഇഷ്ടപ്പെടണം. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വറസൂല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയും റസൂലുമായി ഇഷ്ടപ്പെടണം. ഡിലേ കുറയ്ക്കും. അപ്പോ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം, അംഗീകരിക്കുക എന്നല്ല. അംഗീകരിക്കൽ കുട്ടികൾ ബക്കറ്റായിട്ട് വരുന്നുണ്ട്, അത് പിരിവിനാണ്. ഒരു കുറെ നേരം അവിടെ നിൽക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് കായ് കൊടുക്കണം എല്ലാവരും. പരിപാടി ഉഷാറാണെങ്കിൽ കായ് ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ നടക്കുള്ളൂ.
മൈക്കൻ്റെ പിരിവ് എന്നാണ് പറയാം. എന്നാലും മൈക്കക്കാരന് തയ്യൊന്നുമില്ല, എന്നാലും എൻ്റെ പേരതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കാര്യമായിട്ട് കൊടുക്കുക. പിന്നെ ക്യാമറൻ്റെ പിരിവ് വേണ്ടി വരും, പിന്നെ അതേമാതിരി കസാലൻ്റെ പിരിവ് വേണ്ടി വരും. എന്തായാലും അതിനൊക്കെ കണക്കാക്കിയിട്ട് കാര്യമായിട്ട് എല്ലാവരും ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളെയും വീട്ടി തരട്ടെ. നമ്മളെല്ലാവരുടെയും ഖൈറായ മുറാദുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കട്ടെ. ദുനിയാവിൽ ആഖിറത്തിലും നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ചേർക്കട്ടെ. ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദുണ്ട്, അബ്ദുറഹ്മാൻ ഫൈദി ഉസ്താദുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ വേദിയിലിരിക്കുന്ന കമ്മിറ്റിക്കാർ അള്ളാഹു തആല ബറക്കത്തും സലാമത്തും കൊടുക്കട്ടെ. കണ്ണിയൻ അബ്ദുള്ള ഉസ്താദ് സ്റ്റേജ് വന്ന് പോയിട്ട് മുപ്പര സഹസിലുണ്ട്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. എൻ്റെ വാപ്പ മുപ്പത്തിശായിരുന്നു, വാപ്പാൻ്റെ ചങ്ങായിയാണ് മൂപ്പര്. അള്ളാഹു തആല വാപ്പ മരിച്ചു, അള്ളാഹു അവരുടെ ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മുഅ്മിനീങ്ങളെ, ബറക്കത്തുള്ള സംഘടനയെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. നമ്മളെ സമ്മേളനത്തിൻ്റെ പ്രമേയങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ഇതിപ്പോൾ നമ്മൾ 30-ാം വാർഷികമാണ്, അതിനൊരു പ്രമേയമുണ്ട്. സമസ്തൻ്റെ 100-ാം വാർഷികത്തിൻ്റെ പ്രമേയം ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നാണ്. സംഗതി സമസ്ത ഉണ്ടായിട്ട് 1 നൂറ്റാണ്ടായിട്ടുള്ളൂ. പിന്നെ എന്താ നൂറ്റാണ്ടുകളിലൂടെ എന്ന് ജമ്മാക്കാൻ കാരണം ബഹുവചനം? അതിൻ്റെ കാരണം നമ്മുടെ ആദർശത്തിൻ്റെ താരീഖ് 1 നൂറ്റാണ്ടിൻ്റെതല്ല, 15 നൂറ്റാണ്ടിൻ്റെതാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ തുടങ്ങുന്നതാണ് നമ്മുടെ ആദർശത്തിൻ്റെ താരീഖ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ നബി തങ്ങളെ എതിർത്ത ആളുകളുണ്ടായിരുന്നു. മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ അവർക്ക് മുനാഫിക്കുകൾ എന്നാണ് പേര് പറഞ്ഞിരുന്നത്. 5 വക്തിനും പള്ളിക്കുണ്ടാവും. അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂൽ എന്ന പേരായ ഒരാളുണ്ടായിരുന്നു. അയാൾ മുനാഫിക്കുകളുടെ നേതാവായിരുന്നു. എല്ലാ വക്തിനും പള്ളിയിൽ വരുന്ന ആളാണ്. യുദ്ധത്തിന് പോകുമ്പോൾ നബി തങ്ങളുടെ കൂടെ വരുന്ന ആളാണ്. ഒരിക്കൽ യുദ്ധത്തിന് വേണ്ടി പോയി മടങ്ങി വരുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വഴിയിൽ ഒറ്റപ്പെട്ടതിനെ കുറിച്ച് വ്യഭിചാര ആരോപണം പറഞ്ഞുണ്ടാക്കിയ ആള് ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂലാണ്. 10-14 ദിവസം അയാളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടങ്ങേറായിട്ട് പെരേക്ക് പോലും പോകാൻ പറ്റാതെയായി. അദ്ദേഹമാണ് മുനാഫിക്കുകളുടെ നേതാവായി അറിയപ്പെടുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ കൂടെ നിന്ന് എതിർത്തിരുന്ന ആളുകളുണ്ടായിരുന്നു. അവർക്ക് മുനാഫിക്കുകൾ എന്ന് പറയും. നമ്മൾ അന്ന് നബിൻ്റെ കൂടെയാണുള്ളത്. അപ്പം നബി തങ്ങളുടെ കാലം മുതൽ തുടങ്ങുന്ന ഒരു താരീഖാണ് നമ്മുടെ വിശ്വാസ, ആദർശ, ആചാര, അനുഷ്ഠാന, നടപ്പിടിപ്പ് രീതികൾക്കുള്ളത്. 1 നമ്മുടെ വിശ്വാസമാണ്, 2 നമ്മുടെ ആചാരങ്ങളാണ്, 3 അനുഷ്ഠാനങ്ങളാണ്, 4-മത്തത് നടപ്പിരിപ്പ് രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പാരമ്പര്യ രീതി. അതിന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പഴക്കമുണ്ട്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് നബി തങ്ങൾക്ക് ശേഷം ഭരണമേറ്റെടുത്തത്. മുസ്തഫ നബി തങ്ങൾക്ക് ശേഷം ഭരണമേറ്റെടുത്ത സിദ്ദീഖുൽ അക്ബറിന്റെ കാലഘട്ടത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രശ്നം സക്കാത്ത് നിഷേധികളായിരുന്നു. അവരോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാദപ്രതിവാദം നടത്താൻ വേണ്ടി സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയും അധികാരപ്പെടുത്തി. കുറച്ചാൾക്കാർ മടങ്ങി, ബാക്കിയുള്ളവർ ഉറച്ചു നിന്നു. നമ്മൾ ആരപ്പാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹസ്സാൻ ഇബ്നു സാബിത്തിൻ്റെയും കൂടെയാണ് നമ്മളുള്ളത്.